Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 25 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. കലശത്തിന്റെയും മംഗലക്കുഞ്ഞുങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇരു ഭഗവതിമാരും ക്ഷേത്രം വലം വെച്ച് ഭക്തർക്ക് ദർശനം നൽകി. പയ്യന്നൂർ അന്നൂരിലെ റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസറും ജില്ലയിലെ കായിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ VM ദാമോദരൻ മാസ്റ്റർ അന്തരിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. പഴയ ഓർമ്മകൾ പുതുക്കാനും പുതിയ മാറ്റങ്ങൾ കണ്ടറിയാനും 43 വർഷങ്ങൾക്കു ശേഷം നെതർലൻഡിൽ നിന്നും ഡോക്ടർ ജോബ് ഡിവിറ്റ് കരിവെള്ളൂരിന്റെ മണ്ണിലെത്തി. 1981 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവനായിരുന്ന ഡോക്ടർ KKN കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോബ് ഡിവിറ്റ് ആദ്യമായി കരിവെള്ളൂരിൽ പഠനത്തിനായി എത്തിയത്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടുകാർക്ക് കത്തെഴുതി കോറോ മുക്കോത്തടം LP സ്കൂളിലെ 1ാം ക്ലാസ്സുകാർ. തങ്ങൾ എഴുതിയ കത്ത് തപാൽ വകുപ്പ് സ്കൂളിലേക്ക് എത്തിച്ചത് കുട്ടികൾക്ക് കൗതുകമുള്ള അറിവ് കൂടിയായി. വിശദമായ വാർത്തകളിലേക്ക്. പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ചെണ്ടവാദ്യത്തിന്റെയും ചീനിക്കുഴലിന്റെയും നാദത്തിലലിഞ്ഞ് ഇരു ഭഗവതിമാരും തിരുവരങ്ങിലെത്തിയതോടെ ഭക്തസഹസ്രം കൈകൂപ്പി നിന്നു. തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന പെരുങ്കളിയാട്ടത്തിന്റെ 8ാം ദിനമായ ബുധനാഴ്ച പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാപ്പകൽ ഭേദമന്യേ ക്ഷേത്രത്തിലെത്തി 100ഓളം തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടിയെത്തിയ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബുധനാഴ്ച രാവിലെ 10:30ഓടെയാണ് പ്രധാന തെയ്യക്കോലമായ പടക്കത്തി ഭഗവതിയുടെ തിരുമുടി ഉയർന്നത്. കലശത്തിന്റെയും മംഗലക്കുഞ്ഞുങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രം വലം വച്ചു. തുടർന്ന് ദേവിയുടെ പുരാവൃത്ത പ്രകാരം 18 തിരുവായുധങ്ങൾ കൈക്കൊണ്ട് നടനമാടിയ ശേഷമാണ് പടക്കത്തി ഭഗവതി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയത്. തുടർന്ന് 11:35ഓടെ അണിയറയിൽ നിന്നെത്തിയ ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ക്ഷേത്രം വലം വെച്ച് തിരുനർത്തനമാടിയ ആര്യക്കര ദേവി ഭക്തർക്ക് ദർശനം നൽകി. സമാപന ദിനമായ ബുധനാഴ്ച രാവിലെ മുതൽക്ക് തന്നെ കഴകസന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. പുലർച്ചെ മുതൽ വിഷ്ണുമൂർത്തി ഉൾപ്പെടെ 13ഓളം തെയ്യക്കോലങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത്. ഉച്ചയോടെ അന്നദാനത്തിനും തുടക്കമായി. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മാത്രമേ ഭഗവതിമാരുടെ തിരുമുടി താഴ്ത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
താടിയും മീശയും വെച്ച് വേഷപ്രച്ഛനയായാണ് പടക്കത്തി ഭഗവതിയുടെ പുറപ്പാട്. അർദ്ധപുരുഷ സങ്കല്പത്തിലുള്ള ഈ ദേവി 18 ആയുധങ്ങൾ കൈക്കൊണ്ടാണ് രൗദ്ര നടനമാടുന്നത്. രാക്ഷസവധാനന്തരം ശ്രീരാമൻ വില്ലുവെച്ച തൃക്കരിപ്പൂർ രാമവില്യത്ത് ദേവിയെ കുടിയിരുത്തുകയായിരുന്നു. ആകാശമേഖലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. പള്ളിയറയ്ക്ക് മുന്നിലേക്ക് അടിവെച്ചെടുക്കുന്നു. നിർമ്മാണം കൊടുക്കുന്ന ശബ്ദവും അമൃതയിൽ നിൽക്കുന്ന പന്തികളും മന്ത്രങ്ങളിൽ നിന്ന വാരവും അനന്തമയിൽ നിന്ന ഈ വരകയും ആധാരക്കാരും സ്ഥാനങ്ങളും കാര്യക്കാരും വാദ്യക്കാരും. ശിവപുത്രിയാണ് പടക്കത്തി ഭഗവതി എന്നാണ് വിശ്വാസം. മരക്കലമേറി എടത്തൂർ കടപ്പുറത്ത് വന്നണഞ്ഞ ദേവി നിലയം കടവത്ത് പടിഞ്ഞാറ്റിയിൽ സ്ഥാനം നേടി. തുടർന്ന് നെല്ലിക്കാത്തുരുത്തി കഴകം, രാമവില്യം കഴകം, കാടാങ്കോട് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം, കുഞ്ഞിമംഗലം വടക്കൻകോവൽ, മണ്ടൂർ പടിഞ്ഞാറ്റ എന്നിവിടങ്ങളിലും സ്ഥാനം നേടി. പരശുരാമൻ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കിറങ്ങിയപ്പോൾ സ്ത്രീയാലോ പുരുഷനാലോ തന്നെ വധിക്കാൻ കഴിയില്ല എന്ന് വരം നേടിയ ക്ഷേത്രവിധ്വംസകൻ എന്ന രാക്ഷസൻ അതിന് തടസ്സം നിന്നു. ആ രാക്ഷസനോട് ഏറ്റുമുട്ടി അവനെ വധിക്കുവാൻ പരശുരാമന് കഴിയാതെയും വന്നു. ആ പടക്കെത്തി പരശുരാമനെ സഹായിക്കുവാൻ ശിവഭഗവാൻ തന്റെ പുത്രിയായ ഭഗവതിയെ നിയോഗിച്ചു. താടിയും മീശയും വച്ച് അർദ്ധപുരുഷ സങ്കല്പത്തിൽ ദേവി പടക്കെത്തി. ചേടകവാൾ, കടുത്തില, ഏറ്റുകത്തി, തളപ്പ, കയർ, മാൻതല, മാൻകൈ, പരിച, തോക്ക്, മാച്ചി, ചാണകക്കലം, അമ്പ്, വില്ല് തുടങ്ങി 18 ആയുധങ്ങൾ കൊണ്ടാണ് ഭഗവതി രാക്ഷസനു നേരെ രൗദ്ര നടനമാടിയത്. രാക്ഷസന്റെ ഗളച്ഛേദം വരുത്തിയതിനു ശേഷം ശ്രീരാമൻ വില്ലുവച്ച ഈ രാമവില്യത്ത് തന്നെ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. അസുരനെ വധിക്കുവാനായി പരശുരാമനോടൊപ്പം പടക്കെത്തിയ ഭഗവതിയായതുകൊണ്ടാണ് പടക്കത്തി ഭഗവതി എന്ന് പേര് വന്നത്. വടക്കത്തി ഭഗവതി എന്ന മറ്റൊരു പേരും ഈ ദേവിക്കുണ്ട്. ശിവന്റെ ആജ്ഞപ്രകാരം പരശുരാമന് തുണയായി ഭൂമിയിലെത്തിയ ദേവി എങ്ങോട്ട് പോകണമെന്ന് വഴിയറിയാതെ വിഷമിച്ചു അത്രേ. തുടർന്ന് വടക്കു ഭാഗത്തു പോകാൻ തീരുമാനിച്ച് യാത്രയായി. അങ്ങനെയാണ് വടക്കത്തി ഭഗവതി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ തുനിഞ്ഞ പരശുരാമനെ ക്ഷേത്രവിധ്വംസകൻ എന്ന അസുരൻ തടയുകയും അദ്ദേഹത്തെ വധിക്കാൻ സ്ത്രീക്കും പുരുഷനും കഴിയില്ല, ആ അസുരനെ വധിക്കാൻ എന്ന വരം നേടിയതുകൊണ്ട് തന്നെ പരമശിവൻ തൻ്റെ പുത്രിയായ പടക്കത്തി ഭഗവതിയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. പരശുരാമനെ പടക്കെത്തി രക്ഷിച്ച അല്ലെങ്കിൽ ക്ഷേത്രവിധ്വംസകനെ വധിച്ച ആ ദേവിയെ, പടക്കെത്തിയ ദേവിയെ പടക്കത്തി ഭഗവതി എന്ന് പറയുന്നു എന്നാണ് ഐതിഹ്യപ്രകാരം പറയുന്നത്. പടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിവർന്നിരിക്കുകയാണ്. 25 വർഷത്തെ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. ഇനിയും ഒരു 25 വർഷത്തെ കാത്തിരിപ്പിനാണ് തുടക്കമായതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. നേരം പുലർന്നപ്പോൾ മുതൽ ഇളമ്പച്ചിക്കും കരോളത്തിനുമിടയിലുള്ള പ്രധാന പാതയിലൂടെ ആയിരങ്ങൾ രാമവില്യം കഴകത്തിലേക്ക് ഒഴുകുകയായിരുന്നു.
ഭഗവതിമാരുടെ തിരുമുടി ഉയരുന്നത് നേരിൽ കാണുന്നതിന് കാത്തിരുന്നവർ പുണ്യമുഹൂർത്തം വന്നെത്തിയതോടെ കഴകമതിൽക്കെട്ടിനു ചുറ്റും ഭക്ത്യാദരവോടെ വണങ്ങി നിന്നു. കടുത്ത ചൂടിനെ വകവയ്ക്കാതെ പ്രായഭേദമന്യേ പതിനായിരങ്ങൾ രാമവില്യം കഴകത്തിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഭഗവതിമാരുടെ തിരുമുടി ഉയരുന്നത് ദർശിച്ചു. ദർശന പുണ്യത്തിനായി മണിക്കൂറുകൾ ക്യൂ നിന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭഗവതിമാരിൽ നിന്നും അനുഗ്രഹം തേടിയത്. കഴകത്തിന്റെ 3 ഭാഗവും ആളുകളാൽ നിറഞ്ഞിരുന്നു. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിൽ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വൺവേ നടപ്പാക്കിയിരുന്നുവെങ്കിലും വാഹനങ്ങൾ നീങ്ങാൻ ഏറെ നേരമെടുത്തു. രാമവില്യം കഴകത്തിന്റെ കിഴക്കേ നടയോട് ചേർന്നുള്ള ചക്രപാണി ക്ഷേത്രം റോഡും രാവിലെ 11 മണി മുതൽ ഭക്തജന തിരക്കിലമർന്നു. വെയിൽ താഴ്ന്ന ശേഷവും ഭഗവതിമാരെ ദർശിക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ക്യൂവിലുണ്ടായിരുന്നത്. 25 വർഷത്തെ ഭക്തി നിർഭരമായ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. കണ്ടുനിന്ന ഭക്തമാനസങ്ങളൊക്കെ നിറകണ്ണുകളോടെയാണ് അനുഗ്രഹങ്ങൾ തേടാനായി ഭഗവതിമാർക്ക് അരികിലെത്തിയത്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ട് ഇനി ഒരു 25 വർഷത്തെ കാത്തിരിപ്പാണ്. അഭൂതമായ തിരക്കാണ് കഴകത്തിൽ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. എല്ലാ വഴികളും തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിലേക്ക് എന്ന പോലെ പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തി ചേർക്കാതെ തന്നെ പറയാൻ സാധിക്കും. അതിനും മാത്രം ആളുകളുടെ ഒരു തിരക്കാണ്. ഇനിയും ഒരു 25 വർഷത്തെ കാത്തിരിപ്പാണ് ഇവിടെ ആരംഭിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ദിവസങ്ങളായി നടന്നുവന്ന കലാസാംസ്കാരിക പരിപാടികൾ സമാപിച്ചു. കഴകം പരിസരത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടന്നുവന്ന കലാസാംസ്കാരിക പരിപാടികളുടെ സമാപന സമ്മേളനം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അതീതമായ ഒരു കൂട്ടായ്മ, സ്നേഹത്തിന്റെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ ഉള്ള ഒരു നല്ല കൂട്ടമാണ്, ഒരു സമ്മേളനമാണ് ഇതെന്ന് ഞങ്ങൾക്കറിയാം. ഈ സമ്മേളനത്തിന്റെ ഒരു ഉദ്ഘാടനത്തിന് തന്നെ എടുത്തതിന് എനിക്ക് വലിയ ആശ്ചര്യമാണ്. കാരണം ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MB ജോസഫ്, സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് സോണി സെബാസ്റ്റ്യൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, കഴകം ജോയിന്റ് സെക്രട്ടറി MK അനിൽകുമാർ, VPP മുസ്തഫ, TV ഷിബിൻ, KV അമ്പുകുഞ്ഞ്, ഡോക്ടർ K സുധാകരൻ, V സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാപരിപാടികൾ അവതരിപ്പിച്ചു. കീഴ്ഘടക ക്ഷേത്രങ്ങളിലെ കലാപ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് രാത്രി സിനിമാ നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ ഷോ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ അന്നൂരിലെ റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസറും ജില്ലയിലെ കായിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ VM ദാമോദരൻ മാസ്റ്റർ അന്തരിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ അന്നൂരിലെ റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസറും ജില്ലയിലെ കായിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ VM ദാമോദരൻ മാസ്റ്റർ അന്തരിച്ചു. പയ്യന്നൂർ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് സെക്രട്ടറി, വെറ്ററൻസ് സ്പോർട്സ് മെൻസ് ഫോറം പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ കബഡി അസോസിയേഷൻ സെക്രട്ടറി, സീനിയർ സിറ്റിസൺസ് ഫോറം അംഗം, ടൗൺസ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ്, ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ പാട്രൺ, പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ്, അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ പ്രവർത്തക സമിതി അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. അന്നൂർ വില്ലേജ് ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, കായിക മേഖലയിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോറോത്ത് കിഴക്കേക്കര വണ്ണാടിൽ നാരായണ പൊതുവാളുടെയും കാറമേൽ വെള്ളോറ മാത്തിലെ വീട്ടിൽ ചിരിയമ്മയുടെയും മകനാണ്. ഭാര്യ വണ്ണാടിൽ സരോജിനി, ബിന്ദു, ഇന്ദുകല എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഴയങ്ങാടിയിൽ നടത്തിയ പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 35,000 രൂപ പിഴ ഈടാക്കി. ബുധനാഴ്ച ഉച്ച മുതൽ പഴയങ്ങാടി പട്ടണത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും പിടികൂടിയത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പ്ലാസ്റ്റിക് കപ്പുകൾ, സഞ്ചികൾ, സ്ട്രോ, ഗ്ലാസുകൾ എന്നിവയാണ് പിടികൂടിയത്. നേരത്തെയും ഇതേ സ്ഥാപനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ PP അഷ്റഫ് പറഞ്ഞു. മാസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 584 കിലോ ഒറ്റത്തവണ വിവിധങ്ങളായ എന്ന് വെച്ചാൽ
പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പേപ്പർ വാഴയില ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ്. തെർമോക്കോള്, അതുപോലെ തന്നെ ക്യാരി ബാഗുകൾ, പേപ്പർ കപ്പ്, നിരോധിച്ച പേപ്പർ കപ്പുകൾ, പ്ലാസ്റ്റിക് സ്പൂണുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ വളരെ അധികം കാലം മുമ്പ് തന്നെ നിരോധിക്കപ്പെട്ട വസ്തുക്കളാണ് ഇവയൊക്കെ. അതുകൂടി ഈ അവസരത്തിൽ നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കക്ഷിയുടെ, അതായത് അബ്ദുൾ റഫീഖ് എന്ന കക്ഷിയിലെ ഗോഡൌണിൽ നിന്നും ഏകദേശം 1/2 ടണ്ണിന് മുകളിൽ 546 കിലോ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് പിടിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ ഏകദേശം 1.25 ടണ്ണിനടുപ്പിച്ച് ഇത്തരത്തിലെ നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ പഴയങ്ങാടി ഭാഗത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ 2 ഷോപ്പിനും കൂടി 35,000 രൂപ ഫൈനും ഇത്തരത്തിൽ ഈടാക്കിയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വീണ്ടും സ്ക്വാഡ് വളരെ നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയും തുടർന്നങ്ങോട്ട് കണിശമായും കർശനമായിട്ടുള്ള നടപടികളെ മുന്നോട്ട് പോകുവാനുമാണ് സർക്കാർ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അലൻ ബേബി, ഡിബിൽ സി കെ, മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയ ഓർമ്മകൾ പുതുക്കാനും പുതിയ മാറ്റങ്ങൾ കണ്ടറിയാനും 43 വർഷങ്ങൾക്ക് ശേഷം നെതർലൻഡിൽ നിന്നും ഡോക്ടർ ജൂപ്പ് ഡേവിഡ് കരിവെള്ളൂരിന്റെ മണ്ണിലെത്തി. 1981 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവനായിരുന്ന ഡോക്ടർ KKN കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ജൂപ്പ് ഡേവിഡ് ആദ്യമായി കരിവെള്ളൂരിൽ പഠനത്തിനായി എത്തിയത്. പഴയ ഓർമ്മകൾ പുതുക്കുവാനും പുതിയ മാറ്റങ്ങൾ കണ്ടറിയുവാനുമായി 43 വർഷങ്ങൾക്കു ശേഷം നെതർലാൻഡ്സിൽ നിന്നും ഡോക്ടർ ജൂപ്പ് ഡേവിഡ് കരിവെള്ളൂരിന്റെ മണ്ണിലെത്തി. 1981 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗ തലവനായിരുന്ന ഡോക്ടർ KKN കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ജൂപ്പ് ഡേവിഡ് ആദ്യമായി കരിവെള്ളൂരിലെ കർഷക പ്രസ്ഥാനവും ഭൂപരിഷ്കരണവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിനായി എത്തിയത്. അന്ന് അദ്ദേഹം ജന്മദേശമായ നെതർലൻഡിൽ ബിരുദാനന്തര വിദ്യാർത്ഥിയായിരുന്നു. കരിവെള്ളൂരിലെത്തി AV ഹൗസിന്റെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ജൂപ്പ് താമസിച്ചിരുന്നത്. 7 മാസത്തോളം ഇദ്ദേഹം കരിവെള്ളൂരിൽ താമസിച്ചു. K. കൃഷ്ണൻ മാസ്റ്റർ, പയങ്ങപ്പാടൻ കുഞ്ഞിരാമൻ, ദേവയാനി തുടങ്ങിയവരുമായി അടുത്ത ബന്ധം പുലർത്തിയതിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. ആയിരക്കണക്കിന് സാധാരണക്കാരുമായി സംവദിക്കുകയും അക്കാലത്തുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ വീടുകളും ഇദ്ദേഹം സന്ദർശിച്ചു. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും തന്റെ ഗവേഷണങ്ങൾക്കാവശ്യമായ രേഖകൾ ഇദ്ദേഹം കണ്ടെടുത്തു. പിന്നീട് കരിവെള്ളൂരിന്റെ പഠനങ്ങൾക്ക് ഏറ്റവും സഹായകരമായതും ഇദ്ദേഹം കണ്ടെടുത്ത രേഖകളാണ്. I was only 28 when my professor in Calicut University, Professor Kurup, he organized that I could stay in Karivellur. So one fine morning I took the bus to Payanur and then the bus to Karivellur, and I was meeting the people in the Panchayat office, and they said, okay, you're Mr. Joe, so for now you can stay in one lodge near the Onakunu bus stop, and we were staying upstairs in the lodge with 3 other boys, and then below were the many only bidi making people, so many bidis, so many women sitting there making bidis. അക്കാലത്തെടുത്ത ഫോട്ടോകൾ ഇന്ന് വിലപിടിപ്പുള്ളതാവുകയാണ്. കരിവെള്ളൂർ സമരനായകൻ AV കുഞ്ഞമ്പു അന്തരിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം എത്തുന്നതെങ്കിലും AVയെക്കുറിച്ച് ഇദ്ദേഹം വാചാലനാകുന്നുണ്ട്. 1982 തന്റെ ഗവേഷണ പ്രബന്ധം ജൂപ്പ് പുറത്തിറക്കുന്നത്. കരിവെള്ളൂരിനെ കുറിച്ചുള്ള അറിവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ ജൂപ്പ് ഡേവിഡ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. പഴയകാലത്ത് ജൂപ്പ് എടുത്ത ഓണക്കുന്നിന്റെ ചിത്രം, കരിവെള്ളൂർ മുരളി, ദേവയാനി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എല്ലാം പുതിയ കാലത്ത് അമൂല്യമാവുകയാണ്. പുതിയ കാലത്തെ കരിവെള്ളൂരിനെ അദ്ദേഹം ഏറെ അഭിമാനത്തോടെ കണ്ടറിയുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടുകാർക്ക് കത്തെഴുതി കോറോം മുക്കോത്തടം LP സ്കൂളിലെ 1ാം ക്ലാസ്സുകാർ. തങ്ങൾ എഴുതിയ കത്ത് തപാൽ വകുപ്പ് സ്കൂളിലേക്ക് എത്തിച്ചത് കുട്ടികൾക്ക് കൗതുകമുള്ള അറിവ് കൂടിയായി. കോറോം മുക്കോത്തടം LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കൂട്ടുകാർക്ക് സൗഹൃദ കത്തെഴുതി താരങ്ങളായത്. മലയാളത്തിലെ മുഴുവൻ അക്ഷരവും ഫെബ്രുവരിയോടെ പൂർത്തിയാക്കിയ കുട്ടികൾ ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പോസ്റ്റ് കാർഡിൽ സ്വന്തമായി കത്തെഴുതിയത്. തപാൽ സംവിധാനത്തെക്കുറിച്ച് അറിയാത്ത കുട്ടികൾ കത്തെഴുതി നേരിട്ട് തപാൽ പെട്ടിയിലിട്ടതും പിന്നീട് പോസ്റ്റ്മാൻ കത്ത് നേരിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ എത്തിച്ചതും കുട്ടികൾക്ക് പുത്തൻ അറിവും ഒപ്പം കൗതുക കാഴ്ചയുമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ദേവഭദ്ര എടുത്തു വൈദേഹി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം പഞ്ചായത്ത് പ്രഖ്യാപനം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പക്കുട്ടൻ, പി വി നാരായണൻ മാസ്റ്റർ, കെ ശൈലജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി രമേശൻ, ശശി മാസ്റ്റർ, മുകുന്ദൻ മാസ്റ്റർ, ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഹരിത പ്രഖ്യാപനം നടത്തിയ കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയ്ക്ക് സാക്ഷ്യപത്രം വിതരണം ചെയ്തു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശം ഉൾക്കൊണ്ട് കാഗജാഗ്രത എന്ന നാടകം ഹരിതസേന അംഗങ്ങൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് ശുചിത്വത്തിൽ 10 സ്റ്റാർ പദവി നേടിയ കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂളിനെ ഉപഹാരം നൽകി ആദരിച്ചു. ശുചിത്വ പ്രഖ്യാപന റാലിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ക്ഷേമകാര്യ ചെയർമാൻ ശ്രീ സി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ശ്രീമതി കെ ഷീജ, ഹരിതകേരള മിഷൻ RP ശ്രീ അരുൺ പി, ശുചിത്വ മിഷൻ RP ശ്രീ എൻ സ്വാമി എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിക്കും. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സന്ദീപ് മോഹൻ JP സംവിധാനം ചെയ്ത വർദ്ധിച്ചുവരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അക്രമത്തിനുമെതിരെ മാർച്ച് 10 മുതൽ 12 വരെ CPIMന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി പരിയാരം ലോക്കൽ കമ്മിറ്റി പദയാത്രയും ബഹുജന സംഗമവും നടത്തി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അക്രമത്തിനുമെതിരെ മാർച്ച് 12 വരെ CPIMന്റെ നേതൃത്വത്തിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി പരിയാരം ലോക്കൽ കമ്മിറ്റി പദയാത്രയും ബഹുജന സംഗമവും നടത്തി. ചുടലയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ചിതപ്പിലെ പൊയിലിൽ സമാപിച്ചു. പൊയിലിൽ നടന്ന പൊതുയോഗം CPIM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി മെമ്പർ കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TV പത്മലോചനൻ അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ കമ്മിറ്റി മെമ്പർ CK ഷോന, മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി M ബീന, E തമ്പാൻ, K ശരത്ത്, ലോക്കൽ സെക്രട്ടറി MT മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മുത്തത്തി SVUP സ്കൂളിൽ പഠനോത്സവത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. മുത്തത്തി SVUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ KM ചന്തുക്കുട്ടി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഉറുദു ടാലന്റ് സെർച്ച് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കും പ്രീ പ്രൈമറി കലോത്സവത്തിൽ വിജയിച്ച കുട്ടികൾക്കും ചടങ്ങിൽ വെച്ച് വാർഡ് കൗൺസിലർ P ലത ഉപഹാരം നൽകി. നമ്മുടെ പ്രീ പ്രൈമറി കലോത്സവത്തിൽ പഴയകാല ചായക്കടയുടെ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന രീതിയിൽ പഠനോത്സവത്തിൽ ചായക്കട ഒരുക്കിയത് ശ്രദ്ധേയമായി. ചായക്കടയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ P ലത നിർവഹിച്ചു. സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ KM ചന്തുക്കുട്ടിയും നിർവഹിച്ചു. ചടങ്ങിൽ NV രാജൻ, KV ദിനേശൻ, P അഖില, BRC ട്രെയിനർമാരായ KV രാജൻ മാസ്റ്റർ, സൈനുദ്ദീൻ മാസ്റ്റർ, ശ്രീജ ടീച്ചർ, ഹെഡ് മാസ്റ്റർ CK സുരേഷ്, S സുധ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ നാടകം അരങ്ങേറി. മാത്തിൽ ടൗണിലാണ് പ്രതിഷേധ നാടകം അരങ്ങേറിയത്. വൈകിട്ട് ടൗണിൽ ജനങ്ങൾ കൂട്ടമായി എത്തിയപ്പോൾ ഒരു ലഹരി വിൽപ്പനക്കാരൻ MDMA വിൽക്കാൻ ശ്രമിക്കുകയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും തടയാനെത്തിയതോടെ കളി കാര്യമാവുകയും ചെയ്യുന്ന രംഗമാണ് അവതരിപ്പിച്ചത്. ഉന്തും പിടിയും ആകെ ബഹളവുമായി ഒടുക്കം സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകർ ഇടപെട്ട് ലഹരി വിൽപ്പനക്കാരനെ രക്ഷിച്ചെടുത്ത് കാര്യങ്ങൾ വിശദമാക്കുന്നതാണ് പ്രമേയം. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം നൽകി നാടകം അവസാനിക്കുന്നു. ലഹരി വിൽപ്പനക്കാരനായി അഭിനയിച്ച അശോകൻ പെരിങ്ങാര മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളം അരുണോദയ പുരുഷ സ്വയം സഹായ സംഘം നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് അംഗം PV രമേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ തരിശുരഹിത പാടശേഖരം പദ്ധതിയുടെ ഭാഗമായി പെരളം അരുണോദയ പുരുഷ സ്വയം സഹായ സംഘം പെരളം വട്ടം പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ PV രമേശൻ നിർവഹിച്ചു. അരുണോദയ പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. പെരളം LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കർഷകരും കർഷക തൊഴിലാളികളും അരുണോദയ മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ലഹളയ്ക്കെതിരെ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിച്ചു. കേരള എക്സൈസ് ടീമും കൂക്കാനം GUP സ്കൂൾ ടീമും തമ്മിലായിരുന്നു മത്സരം. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ലഹളയ്ക്കെതിരെ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിച്ചു. കേരള എക്സൈസ് ടീമും കൂക്കാനം GUP സ്കൂൾ ടീമും തമ്മിലായിരുന്നു പ്രദർശന മത്സരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു കായിക താരങ്ങളെ പരിചയപ്പെട്ടു. എക്സൈസ് റേഞ്ച് ഓഫീസർ K ദിനേശൻ, P ശ്യാമള, K കൃഷ്ണൻ, M ശശിമോഹനൻ, P രമേശൻ, P രാധാകൃഷ്ണൻ, K രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രഥമാധ്യാപകൻ VV രവീന്ദ്രൻ വിശദീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നെറ്റ് സീറോ കാർബൺ സർവേക്ക് തുടക്കമായി. ഹരിത കേരള മിഷൻ സ്കൂൾ സീഡിന്റെ സഹകരണത്തോടെയാണ് സർവേ നടത്തുന്നത്. നമ്മുടെ സ്കൂള് ഒരു ഹരിത സ്കൂളായിട്ട് മുമ്പേ പ്രഖ്യാപിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇനി ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻ നിങ്ങൾക്ക് അറിയാലോ. സ്കൂൾ ഹെഡ് മാസ്റ്റർ K സുരേഷ് മരങ്ങളുടെ സർവേ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഹരിത കേരള മിഷൻ ഇന്റേൺ ഗ്രീഷ്മ ബാബുവിന്റെ നേതൃത്വത്തിൽ സീഡ് വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ സ്കൂൾ കോമ്പൗണ്ടിലെ മരങ്ങളുടെ സർവേ നടത്തി. സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ സീഡ് കോർഡിനേറ്റർ M തുളസി സ്വാഗതം ആശംസിച്ചു. ഹരിത കേരള റിസോഴ്സ് പേഴ്സൺമാരായ K ബാലചന്ദ്രൻ, PV ദേവരാജൻ എന്നിവർ സർവേ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. അധ്യാപകർ, സീഡ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. കാങ്കോൽ CH സ്മാരക സൗധത്തിൽ നടന്ന പരിപാടി സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ അസരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 77ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. കാങ്കോൽ CH സ്മാരക സൗധത്തിൽ നടന്ന സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ അസരി ഉദ്ഘാടനം ചെയ്തു. ഈ വാർഷിക ആഘോഷം അല്ലെങ്കിൽ ഈ പിറന്നാൾ ആഘോഷം മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടിയിൽ ഒരു ഇഫ്താർ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പ്രൗഢമായ രീതിയിൽ, ലളിതമാണെങ്കിലും പ്രൗഢമായ രീതിയിൽ ഇങ്ങനെ ഒരു സംഗമം നമ്മുടെ നാടുകളിലൊക്കെ സംഘടിപ്പിച്ചതിൽ ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഈ മഹത്തായ പരിപാടിക്ക് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ പലഹാരങ്ങളും വെള്ളവുമൊക്കെ പാചകം ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ടാകും. ചടങ്ങിൽ MDP സൈഫുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KP മുസ്തഫ അൽ അസരി കുണ്ടേങ്കോവൽ, മിദാൻ അബ്ദുള്ള ഹാജി, MDP അബ്ദുൽ അസീസ്, KP അബ്ദുള്ള ഹാജി, VP ഹസൻ, N അബ്ദുറഹ്മാൻ, P രാധാകൃഷ്ണൻ, TM ബാലകേശവൻ നമ്പീശൻ, CK രമേശൻ മാസ്റ്റർ, KV പവിത്രൻ, PV ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹസംഗമത്തിലും ഇഫ്താർ വിരുന്നിലും സാമൂഹ്യ, രാഷ്ട്രീയ, മാധ്യമ, വ്യാപാര മേഖലകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മരണാനന്തര നേത്രദാന സമ്മതപത്രം കൈമാറുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മരണാനന്തര നേത്രദാന സമ്മതപത്രം കൈമാറുന്ന ചടങ്ങ് നടന്നു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചാണ് സമ്മതപത്രം നൽകിയത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനം ഇപ്പോഴൂടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, വോട്ടവകാശത്തിനും തുല്യ നീതിക്കും വരുമാനത്തിനും വേണ്ടി പണ്ട് മുതൽ നമുക്കറിയാം സ്ത്രീകൾ ന്യൂയോർക്കിലുണ്ടായ തയ്യൽ തൊഴിലാളികളുടെ ഒരു സമരത്തിന്റെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഇത് ആചരിക്കുന്നത്. അവിടുന്ന് തുടങ്ങി നമുക്ക് നോക്കി കാണുമ്പോൾ നമ്മുടെ സ്ത്രീകൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിൽ നേടിത്തന്നത് മുൻകാലങ്ങളിലുള്ള നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ മുന്നോട്ടിറങ്ങിക്കൊണ്ട് നേടിയ സമരത്തിന്റെ ഭാഗമായാണ്. CDS ചെയർപേഴ്സൺ PV സുനിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ രമ്യ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും സമ്മതപത്രം ഏറ്റുവാങ്ങുകയും ചെയ്തു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. T ഗോപാലൻ, C ബാലകൃഷ്ണൻ, A ഷീജ, സന്ദീപ് മോഹൻ, ആശ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ എടാട്ട് സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് ഹരിത ക്യാമ്പസ് A ഗ്രേഡ് പ്രഖ്യാപനം നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന പ്രഖ്യാപനം നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം കണ്ണൂർ സർവകലാശാല സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് ഹരിത ക്യാമ്പസ് A ഗ്രേഡ് പ്രഖ്യാപനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ HI ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ HIയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഒരു ഹരിത ക്യാമ്പസായി പ്രഖ്യാപിക്കാൻ എന്തൊക്കെ ആ ക്യാമ്പസിൽ വേണം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ചെയ്യാൻ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പഞ്ചായത്ത് A+ ഹരിത ക്യാമ്പസായി പ്രഖ്യാപനം ഇന്നിവിടെ നടത്തുകയാണ്. അതിനെല്ലാവരും വളരെയധികം നല്ല രീതിയിൽ നമ്മളുമായി സഹകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് നമുക്കറിയാം ഈ ഒരു വാർഡ് മെമ്പർ K അശോകൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ NK ദീപക്, പ്രൊഫസർ സുധീഷ്, ഡോക്ടർ ജയപാൽ, ഡോക്ടർ സരളാദേവി, ഗൗതം, അക്ഷയ് PS, ഡോക്ടർ TK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 25 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. കലശത്തിന്റെയും മംഗലക്കുഞ്ഞുങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇരു ഭഗവതിമാരും ക്ഷേത്രം വലം വെച്ച് ഭക്തർക്ക് ദർശനം നൽകി. പയ്യന്നൂർ അന്നൂരിലെ റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസറും ജില്ലയിലെ കായിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ VM ദാമോദരൻ മാസ്റ്റർ അന്തരിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. പഴയ ഓർമ്മകൾ പുതുക്കാനും പുതിയ മാറ്റങ്ങൾ കണ്ടറിയാനും 43 വർഷങ്ങൾക്കു ശേഷം നെതർലൻഡിൽ നിന്നും ഡോക്ടർ ജോബ് ഡിവിറ്റ് കരിവെള്ളൂരിന്റെ മണ്ണിലെത്തി. 1981 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവനായിരുന്ന ഡോക്ടർ KKN കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോബ് ഡിവിറ്റ് ആദ്യമായി കരിവെള്ളൂരിൽ പഠനത്തിനായി എത്തിയത്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടുകാർക്ക് കത്തെഴുതി കോറോ മുക്കോത്തടം LP സ്കൂളിലെ 1ാം ക്ലാസ്സുകാർ. തങ്ങൾ എഴുതിയ കത്ത് തപാൽ വകുപ്പ് സ്കൂളിലേക്ക് എത്തിച്ചത് കുട്ടികൾക്ക് കൗതുകമുള്ള അറിവ് കൂടിയായി. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.